ിലേക്കുള്ള നോമിനേഷൻ വന്നപ്പോൾ രേണു ബിഗ് ബോസിൽ എന്റെ പേരിനെ കാട്ടി അപ്വാനിഷൻ ബിഗ് ബോസിലേക്ക് എന്നുള്ളൊരു വാവ് എന്നതിനപ്പുറത്തേക്ക് ഏറ്റവും കൂടുതൽ വാവ് വന്നത് ആൾക്കാർ അണ്ടം വിട്ടത് രേണു സുധി. അപ്പൊ ഞാൻ ആലോചിച്ചു രേണു സുധി എന്ന് വെച്ചാൽ രേണുവിനെ അറിഞ്ഞില്ലെങ്കിലും രേണുവിന്റെ ഹസ്ബൻഡ് സുധി ഞാനും തമ്മിൽ ഭയങ്കരമായിട്ട് അടുപ്പമുള്ള ആൾക്കാരാണ്. ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് പക്ഷെ രേണുവിനെ കട്ടി ഇഷ്ടവും അടുപ്പവും സ്നേഹവും ബഹുമാനവും ഉണ്ടായിരുന്ന സുധീരനാണ്. അത്രയും ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ എനിക്കിപ്പോ രേണുവിന്റെ കട്ട കലിപ്പുണ്ട്. ഇപ്പൊ കട്ട കലിപ്പുണ്ട്, അങ്ങനെ കാണിച്ചു കാര്യങ്ങൾ കട്ട കലിപ്പുണ്ട്. പക്ഷെ അതെല്ലാം വെച്ചിട്ട് ഞാൻ മിണ്ടായിരിക്കുന്നത് ഒരു സ്ത്രീയാണ്, ഇദ്ദേഹത്തിന്റെ ഒരു വൈഫാണ് എന്നുള്ള കൺസേൺ കൊടുത്തിട്ടാണ് ഞാൻ ബിഗ് ബോസിലേക്ക്. ഇവിടെ പേരുണ്ട്, ഇവരുണ്ടെന്ന് പറയുമ്പോഴും എന്റെ മനസ്സിൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ പൊട്ടിത്തരുകളോ ഇവിടെ എന്തെങ്കിലുമൊക്കെ കണ്ടന്റുകളോ അവരുടെ ഭാഗത്ത് ഉണ്ടാവും. അപ്പൊ അത് നിൽക്കണം എന്നതും ഇവിടെ വന്നിട്ടൊരു പാഴ്, വെറും പാഴ്, നീ നോക്കിയാണ് വെറും പാഴ് അല്ല ഒന്നുമില്ല, ഒരു സാധനം പോലും ഇല്ല. പാഴ് ഇത് പറഞ്ഞപ്പോ അവിടെ സൂം ചെയ്തു. പാഴ്, വെറും പാഴ്. പാവമാണ്, പക്ഷെ നമുക്ക് പാവമാണെന്ന് വെച്ചാൽ പാടുന്ന നിൽക്കാതിരിക്കാനും പറ്റില്ല. ഇവിടെ അങ്ങനെ പാവമായിട്ട് നിൽക്കാനും പറ്റൂലല്ലോ. ഇവിടെ എത്രത്തോളം പാവമായിട്ട് നിൽക്കാൻ പറ്റും? ഇത് അവിടെ അല്ല, ഇത്